എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എൻ്റെ ഒരു ക്ലയൻറ്റ്, മുമ്പ് എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാൻ വന്നിരുന്നൊരു ക്ലയൻറ്റാണ്. ഈ കഴിഞ്ഞ ദിവസം ഹീൽ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മുമ്പേ തന്നെ ഉള്ള ഒരു വിഷയം തന്നെയാണ്. അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ കംപ്ലീറ്റ് തകർന്നു പോയി. ആരുമില്ല ഫ്രണ്ട്സായിട്ട്. അപ്പോൾ പുതിയ ഫ്രണ്ട്സുകൾ അവർ റീകളക്ട് ചെയ്ത്, അല്ലെങ്കിൽ പുതിയ ആളെ കണ്ടെത്തിയിട്ട് എപ്പോഴും ഒരു ഫ്രണ്ട് 1-2 പേര് ഇവർക്ക് വേണം, എപ്പോഴും വേണം. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് സന്തോഷമുള്ളൂ. അവരതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അവർക്ക് ജീവിതം ഭയങ്കര ബോറടി ആയിരിക്കും. ഫാമിലിനേക്കാളും കൂടുതൽ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും. പക്ഷേ അതൊക്കെ നല്ലത് തന്നെ, ഓക്കെ, നല്ലതായിട്ട് നമുക്ക് ഹാപ്പിനെസ് എങ്ങനെ കിട്ടുന്നുണ്ടോ അതുപോലെ നമുക്ക് പോവാം, ഒരു കുഴപ്പമില്ല. സുഹൃത്തുക്കളുടെ അടുത്താണ് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഇനി കുടുംബത്തിൽ നിന്നാണെങ്കിൽ അതൊക്കെ, അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മുടെ ചോയ്സാണ്. പക്ഷേ ഇവരുടെ പ്രശ്നം, ഈ പർട്ടിക്കുലർ ആളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു ശത്രുവുണ്ട്. ശത്രു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളൊന്നുമല്ല, ഉള്ളിൽ തന്നെയുള്ള ആൾ തന്നെയാണ്. കാരണം ഇവർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടിയിലാണ് കണ്ണ്. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് ഇവരെ ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു ആളുണ്ട് അവരുടെ കുടുംബത്തിൽ. അതൊരു സ്ത്രീ തന്നെയാണ്. അപ്പോൾ ഇവരുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട്സുകളൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിനെപ്പറ്റിയല്ല പറയുന്നത്. ഈ ഫ്രണ്ട്സുകൾ എന്തുകൊണ്ട് അകന്നു പോകുന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഫ്രണ്ട്സുകൾ അകന്നു പോകും. ആരൊക്കെ അടുത്ത് വന്നാലും തല്ലുപിടിച്ച് അകന്നു പോകും. അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അകന്നു വന്നു പോകും. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ അത് എനർജി ക്ലിയറിംഗ് ഇന്നലെ നമ്മൾ ചെയ്തു കൊടുത്തായിരുന്നു. വളരെ കട്ടിയുള്ള ബാധകൾ, ശത്രുബാധകൾ ഉണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ. ഈ നോർത്ത് ഇന്ത്യക്കാരുടെ ബാധന എടുത്ത് മാറ്റാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഈ ഇവിടുത്തെ കേരളത്തിലുള്ള ബാധകൾ മാറ്റുന്നതല്ല നോർത്ത് ഇന്ത്യക്കാരുടെ ബാധ മാറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്, ഭയങ്കര ടഫാണ്. നമ്മൾ ആ പണി വലഞ്ഞു പോകും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംഭവമായിരിക്കും. കുറേ നേരത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ നോർത്ത് ഇന്ത്യക്കാരുടെ കേസുകളൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്. കാരണം മുമ്പ് ചെയ്യുമായിരുന്നു ഇഷ്ടം പോലെ. പക്ഷേ അന്നൊന്നും ഇത്ര വർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വർക്കുകൾ കൂടിയപ്പോൾ എനിക്ക് അത് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ആയി പോകും. അപ്പോൾ ഇവർ പക്ഷേ നമ്മൾ പഴയൊരു ക്ലയൻ്റ് ആയതുകൊണ്ട് നമ്മൾ ചെയ്താണ്. അപ്പോൾ അവരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ഫ്രണ്ട്സ് അകന്നു പോകുന്നത്. ഈ ബ്ലാക്ക് മാജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാക്കിൽ വരെയും അതിൻ്റെ പ്രശ്നം വരും. നമ്മൾ പറയുന്ന വാക്കുകൾ, പ്രയോഗിക്കുന്ന ആ ഒരു ടോൺ, ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കാം അല്ലേ, ഇങ്ങോട്ട് വായോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ പല രീതികളിൽ നമുക്കൊരു കാര്യം തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പരുഷമായ ഭാഷയിലേക്ക് നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് തോന്നില്ല, നമ്മൾ പറയണത് പരുഷമായ ഭാഷയായിട്ട് നമുക്ക് തോന്നില്ല. കാരണം നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ കയറി പ്രവർത്തിക്കുന്നു, നാക്കിൽ കയറി പ്രവർത്തിക്കുന്നു. പക്ഷേ കേൾക്കുന്നവന് അത് ഭയങ്കരമായിട്ട് ഹർട്ടായിട്ട് തോന്നും. അയ്യോ, ഇയാളെന്താണ് ഞാൻ ഇത്രയും സ്നേഹം കാണിച്ചിട്ട് എന്തുകൊണ്ട് ഇയാളിനോട് ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നും. അപ്പോൾ ആ ഫ്രണ്ട് പയ്യെ വലിഞ്ഞങ്ങോട്ട് പോകും. പക്ഷേ അവരൊന്നും പറയൊന്നുമില്ല. ചിലപ്പോൾ അവർ ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് നമ്മളപ്പോൾ തന്നെ ചീത്ത പറയും. ചിലർ അങ്ങനെ മാറിപ്പോവും. വേണ്ട, ശരിയാണ്, ഇയാളത് വേണ്ട, ഇയാളിങ്ങനെയൊക്കെയല്ലേ പെരുമാറുന്നത്, അതുകൊണ്ട് നമുക്ക് ഇയാളത് വേണ്ടെന്ന് വെച്ച് മാറിപ്പോവും. പിന്നെ ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ ഫോണോ സൈലൻറ്റിലാക്കി വെക്കും. അങ്ങനെയുള്ള പല വിക്രികൾ അവർ കാണിക്കും. മനഃപൂർവ്വമല്ല. കാരണം പിന്നെ അവർക്ക് ഇവരുടെ അടുത്തേക്ക് വരാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ നെഗറ്റീവ് എനർജിയാണ്, ഈ വ്യക്തിക്കുള്ള കുഴപ്പം കൊണ്ടല്ല. ഇവർ ആക്ച്വലി നല്ലൊരു എന്താ പറയുക, ഒരു കൈൻഡായിട്ടുള്ളൊരു ലേഡിയാണ്. എനിക്ക് ഒരു 5-6 വർഷമായിട്ട് അറിയുന്ന ഒരാളാണ്. പക്ഷേ ഇവരുടെ ഒരു സംസാര രീതിയിൽ ഇതേപോലെ നെഗറ്റീവ് എനർജി കയറുമ്പോൾ ഇതേപോലത്തെ പ്രശ്നം വരും. അപ്പോൾ ഓരോ ഫ്രണ്ടുകളായിട്ടും തല്ലുപിടിക്കും, ഓരോ ഫ്രണ്ടും അകന്നു പോകും. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, എന്താ അറിയുമോ, ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഈ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ, അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ അടുത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ, എനർജി സെൻസിറ്റീവായ ആൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇയാൾക്കട നിൽക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്, വേണ്ട പോയേക്കാം. അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോഴായാൽ പോലും അവർക്കൊരു ഇമ്പ്രഷൻ തോന്നില്ല നമ്മൾ സംസാരിക്കാനായിട്ട്. ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാകുക. നമ്മൾ പറയുന്ന വാക്കുകൾക്കും അതേപോലുള്ള ചില മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, മോശമായ വാക്കുകളൊക്കെ ഈ നെഗറ്റീവ് എനർജി ആളുടെ വായിന്ന് വരികയും ചെയ്യും. അതാണ് എൻ്റെ റിയാലിറ്റി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. യഥാവിധി നമ്മളതിനെ റിലീസ് ചെയ്ത് കളയാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്യുക.
കുറേ മാർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പല വീഡിയോസിലും ഒരുപാട് ടിപ്പുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ടിപ്പുകളാണ്, വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യേണ്ട ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. എല്ലാം സിമ്പിൾ പരിപാടികളാണ്. നിങ്ങളിതെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നിങ്ങൾക്കതിലുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഞാനൊരു ബാധാ ക്ലിയറിങ് നമ്മൾ ചെയ്തു കൊടുത്തു, ബാധാ റിലീസ് ചെയ്തു കൊടുത്തു. അപ്പോൾ തന്നെ അവർ ഹാർട്ട് ചക്ര ഓപ്പൺ ആയി. ഇവിടെയാണ് ആ സംഭവം വരിക. ഇത് വരുമ്പോൾ ഇതിങ്ങനെ എന്തോ സ്റ്റക്കായിരിക്കണ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുക. അപ്പോൾ അതുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സംഭവം തന്നെ. അപ്പോൾ അവർക്ക് അവരോടൊരു ദേഷ്യം. ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊന്നും പറയാത്തത്. നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം വരും ഓട്ടോമാറ്റിക്കലി. ഒരാൾ നമുക്ക് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരും. അത് തന്നെ നെഗറ്റിവിറ്റിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക്കിലൊന്നും ഇടപെടാത്തതും ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാത്തതും. കാരണം ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം പറഞ്ഞു കൊടുക്കുമ്പോൾ. അത് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ പറയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്തുള്ള വേറൊരു പ്രശ്നം കൂടി ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ നമ്മൾ മിണ്ടില്ല. ഈ മഹാകാളി ഹീലിംഗ് ചെയ്യാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹാകാളി ഹീലിംഗ് നിങ്ങൾ ഫോട്ടോ നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ റീഡ് ചെയ്യും, റോഡ് വെച്ച് റീഡ് ചെയ്യും. നെഗറ്റീവാണോ പോസിറ്റീവാണോ ന്യൂട്രലാണോ അത്രയും പറയും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് നൂറുകണക്കിന് ആൾക്കാരാണ് എനിക്ക് ഫോട്ടോസ് അയക്കണത്. ഈ തിരക്കിനിടയിൽ കൂടി ഞാനത് നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആ നെഗറ്റിവിറ്റി ഉണ്ട്, ഓക്കെ, അത് എവിടെ നിന്ന് വന്നു, ആര് ചെയ്തു, എങ്ങനെ വന്നു, എത്ര ബാധയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കാതിരിക്കുക. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതൊന്നും പറയാനായിട്ടുള്ള ഒരു സമയവും താല്പര്യവും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്കത് മാറ്റണോ, നമ്മളെ ഹീലിംഗിൽ വന്നാൽ മാറും. മഹാകാളി ഹീലിംഗിൻ്റെ 2 പ്രോഗ്രാമുകളുണ്ട്. സോൾ റിലീസിങ് പ്രോഗ്രാമുണ്ട്, ബാധാ ക്ലിയറിംഗ് പ്രോഗ്രാമുണ്ട്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ പറയുമോ ഏതാണ് എടുക്കണമെന്നുള്ളത്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ബാധകൾ നമുക്ക് റിലീസ് ചെയ്ത് കളയാൻ പറ്റും. അത് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ചെയ്തു പോയിട്ടുണ്ട്. എക്സ്പീരിയൻസുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ചെയ്തു പോയ ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുക എന്താണ് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ തന്നെ എന്നെപ്പറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അധികം പറ്റാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി പിടിച്ചാൽ ഇതേപോലെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുപിടിക്കും, അമ്മയും മോനും അച്ഛനും മോനും തമ്മിൽ തല്ലുപിടിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് തല്ലുപിടിക്കും. ഇതൊക്കെ തല്ലുപിടുത്തത്തിൻ്റെ ആൾക്കാരാണ് ഈ ബാധകൾ. അവർക്ക് നമ്മൾ ചിരിക്കണം സന്തോഷിക്കണം അവർക്ക് ഇഷ്ടമേ അല്ല, ലവ് ഇഷ്ടമല്ല. അവർക്ക് ഇതുപോലെ വെറുപ്പ്, പക, കുശുമ്പ്, അതേപോലുള്ള നെഗറ്റീവായിട്ടുള്ള അധമമായ വിചാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി തന്നെ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.